ആദ്യം തന്നെ വഴുതനങ്ങ ഇവിടെ മുറിച്ചെടുക്കാം. ഇതേപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇത് വഴുതനങ്ങ ബജി ഉണ്ടാക്കാനാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് നേരിയതായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. കട്ടിയിലാവുമ്പോൾ ഉള്ളു വേവുമില്ല. അങ്ങനെ എല്ലാം നമുക്കിവിടെ മുറിച്ചെടുക്കാം. ബജി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്ര ആവശ്യം അതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബജി നമുക്ക് ചായക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ മാവ് കലക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി മാവിലേക്ക് മുറിച്ച വഴുതനങ്ങ ഇട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.